നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, കുടുംബ വൃക്ഷം എന്നൊരു കുടുംബം. കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മളൊരു വ്യക്തിയല്ല, നമ്മൾ തലമുറകളായിട്ട് കടന്നു വരുന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ വൃക്ഷത്തെ നവീകരിച്ചില്ലെങ്കിൽ, പുതുതാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ വരും തലമുറയെയും ബാധിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് കുടുംബ വൃക്ഷത്തെ ഈ കാലഘട്ടത്തിൽ നവീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പല വിധത്തിലുള്ള രോഗങ്ങൾ, പല വിധത്തിലുള്ള അപകടങ്ങൾ, മരണങ്ങൾ, പിശാചുക്കളുടെ ആക്രമങ്ങൾ. ഇവിടെ കൊച്ചിനെ കൊണ്ടുവന്നു. ആ കൊച്ച് ഒരിക്കലും വിവിധ ഭാഷകൾ പഠിച്ചിട്ടില്ല. അവൻ അറബി സംസാരിക്കും, അറബി എഴുതും, പലവിധ. അവൻ എന്താ അർത്ഥം എന്നൊന്നും അറിയില്ല. പക്ഷെ അവൻ ഓൺലൈൻ ഈ നെറ്റിൽ കയറി ഈ സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 7 തൊട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുകയും, എന്നാൽ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നമുക്ക് എതിരെയുള്ള പിശാച്, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന പിശാച്, നമ്മുടെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്ന പിശാച് അലറിക്കൊണ്ട് ഒടിയും. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസമാണ് ഒരു കൊച്ചു പയ്യൻ പുതുക്കാടുള്ള ഒരു കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അവന് നീന്തൽ അറിയില്ല. പക്ഷേ അരയ്ക്കും കഴുത്തിന് താഴെയുള്ളൂ. അവനിങ്ങനെ നീങ്ങി പോയപ്പോൾ ആ ചെളിയിൽ താണുപോയി. എൻ്റെ കൂടെയുള്ളവർ അവനെ ഉയർത്താൻ നോക്കി, പക്ഷെ അവനെ ഉയർത്താൻ പറ്റില്ല. അവർ കിടന്ന് കരഞ്ഞു, ഒച്ചയെടുത്തു, പക്ഷേ അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവർ പുറത്ത് പോയിട്ട് ആളുകളേക്കും വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും എന്താ വെച്ചാൽ, ഈ ചെളിയിൽ താണിയ പയ്യൻ ആ ചെളി എല്ലാം മൂക്കിലും എല്ലാം അതിലായി. ഉടൻ തന്നെ ആ നാട്ടുകാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവനെ ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു, അമലയിലോ ജൂബിലോ. അവിടെ അവർ അഡ്മിറ്റ് ചെയ്തു. അവർ വേണ്ട വെൻറ്റിലേറ്റർ കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ ഡയാലിസിസ് കൊണ്ട് പെട്ടെന്ന് ആ കൊച്ചു മരിച്ചു. ഒരു കുടുംബത്തിലെ ഒരു മകനാണ്. അവൻ ജോലി ചെയ്യാൻ പോയത്, 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ആ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, അവനൊന്ന് കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. അല്ലേ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ വെള്ളമാണ് കുഴപ്പമില്ലാന്ന് വരിക. പക്ഷേ വെള്ളത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അപസ്മാര രോഗിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇവനെ രോഗം വരുമ്പോൾ ഇവൻ എന്താണെന്ന് വെച്ചാൽ, ഇവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. നമ്മളെല്ലാ കാര്യങ്ങളും നിസ്സാരങ്ങളായിട്ട്, എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നോക്കുന്നു, അത് വലിയ അപകടകരമായിട്ട് മാറുന്നു. അല്ലേ? അതുകൊണ്ട് ശത്രുവായി പിശാച് അലർന്ന്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം, അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 24-27 അതോടൊപ്പം പറയുന്നുണ്ട്, ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ സഹായിച്ചു. മൂകനും പതിനനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്നും പുറത്തു പോവുക, ഇനിയൊരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യുന്നു. അത് പുറത്തുപോയി. മരിച്ചവനെ പോലെയായി അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. ഇനി മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ, കർത്താവേ എൻ്റെ പുത്രനിൽ കനിയണമേ, അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. പിള്ളേർ കുളിക്കാനോ ഇറങ്ങുന്നതാ, തീയെടുത്ത് നമ്മൾ കളിക്കാനോ എന്തൊക്കെയോ ചെയ്യുന്ന, പക്ഷെ എന്താ, അത് അപകടകരമായിട്ട് മാറുന്നു. അത് ആ ആയുസ്സിനെ ഇല്ലാതാക്കുന്നു. അല്ലേ? അതുകൊണ്ട് കുടുംബ വൃക്ഷത്തെ നിങ്ങൾ നവീകരിക്കണം, പുതുതാക്കണം. ഇനി നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ചെയ്യുന്ന പാപമൊന്നും മക്കളിലേക്ക് വരില്ല എന്ന് ചിന്തിക്കുന്ന കാരണവന്മാരുണ്ട്. രഹസ്യമായിട്ട് ചെയ്യുന്നതോ പരസ്യമായിട്ട് ചെയ്യുന്നതോ എല്ലാ പാപങ്ങളും നിങ്ങളുടെ വരും തലമുറയിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ബീജമാണ് ഒരു മക്കളെ ജനിപ്പിക്കാൻ പെടുന്നത്. വേണ്ട, നമുക്ക് ദാവീദിൻ്റെ സംഭവം നോക്കാം. ദാവീദ് എന്ത് ചെയ്തു? മട്ടുപ്പാവിൽ കയറി ഉലാത്തിക്കൊണ്ടിരുന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ആ സമയത്തെക്കുറിച്ച് പറയും ഇപ്രകാരമാണ് യുദ്ധത്തിൻ്റെ കാലഘട്ടം. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലഘട്ടത്തിൽ അവൻ മട്ടുപ്പാവിൽ കയറി ഉലാത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അവൻ താഴോട്ട് നോക്കിയപ്പോൾ ആരെ കണ്ടത്? ബർശവയെ കണ്ടു. അവനെ കണ്ണുടക്കി ഉടനെ തന്നെ അവളെ വിളിച്ചു. ഭാര്യമാർ ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. അവളെ വിളിച്ചു. അവൾ ആരാ? പ്രധാന സൈന്യാധിപൻ്റെ ഭാര്യയായിരുന്നു. ആ സൈന്യാധിപൻ്റെ ഭാര്യയുമായിട്ട് അവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അത് രഹസ്യമായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? പ്രവാചകൻ വന്ന് അവനോട് വാദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ ഇങ്ങനെയുണ്ട്. അവസാനം എന്ത് ചെയ്തു? അത് നീയാണെന്ന് പറഞ്ഞതിൻ്റെ ശേഷം എന്തുണ്ടായി? അബ്സലോമും താറാമും സ്വന്തം സഹോദരിയെ പാപത്തിലേക്ക് വലിച്ചു. ഹല്ലേലൂയ. ഈ സാംസന്റെ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്ന തലമുറ, ഞാൻ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 2 പണിക്കാർ വന്നു. നമ്മൾ ഈ ശുശ്രൂഷ നടത്തുന്നതുകൊണ്ട് ഈ അച്ഛന്മാർക്കൊരു കാര്യമുണ്ട്, ഈ വരുന്നവരൊന്നും ഒക്കെ മാനസാന്തരപ്പെടുത്തണമെന്ന് വലിയ താല്പര്യമുണ്ട് പണിക്കാരെ. ഒരു ഞായറാഴ്ച എന്നോട് പറഞ്ഞു, അച്ഛാ ഇവരെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കണ്ടിട്ട് കാര്യമില്ല. കാരണം വചനം കേൾക്കാതെ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഡെലിവറൻസ് കിട്ടാത്ത ഒരു മനുഷ്യനെ കണ്ടിട്ട് ഒരു കാര്യം. ഞാൻ ഇരുന്ന് കുത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ച ദിവസമാണ് ഇവൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എന്നെ ഗൗരവമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവന് വേണ്ടി ഒന്ന് അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞു ഞാൻ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞിട്ടില്ല. അവനതിനെക്കുറിച്ച് ഒരു ബോധ്യം, ഒരു താല്പര്യം ഇല്ല. അവൻ്റെ ഭാര്യ നടക്കാതെ ഒരു ആമവാദം വായിച്ച് അവിടെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇവൻ ഈ നാട്ടിലേക്ക് പോയില്ല. കൊച്ചിന് ഇവിടെ ഉണ്ട്, കൊച്ചു പഠിക്കാൻ പോകുന്നില്ല, കൊച്ചങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. അങ്ങനെ അപ്പോൾ അച്ഛനൊരു താല്പര്യം, ഇവനൊന്ന് മാനസാന്തരപ്പെടുത്തിയാൽ വീട് രക്ഷപ്പെടില്ലോ. അച്ഛൻ എന്നോട് പറഞ്ഞു, ശരി അച്ഛാ അവനോട് പറ, ഞാൻ ഇരുന്ന് കുത്തി കുടിച്ച് ജോമാല ചൊല്ലി അവന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, അവൻ പെയിൻ്റ് അടിച്ചുകൊണ്ട് കിടന്നു. അവനും വേറൊരാളും കൂടി അല്ലേ, അവിടെ ഒരു പട്ടിക്കൂടെ കിടന്നു. അത് ഞായറാഴ്ച ദിവസമാണ്, പെയിൻ്റ് അടിക്കാൻ പാടില്ലാത്ത ദിവസമാണ് ചെയ്തത്. സനവനെ കണ്ട് സംസാരിച്ച് വന്നപ്പോൾ എന്താ വെച്ചാൽ ഇവൻ്റെ കുടുംബത്തിൽ 5 തലമുറയിൽ ഇവന് മാത്രമേ മകനുള്ളൂ. ഞാൻ പറഞ്ഞു ഇത് മകനെ നീ സൂക്ഷിക്കണം, മകനെ മാത്രമല്ല നീയും സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇവനെന്താ ഈ മരത്തുമക്കേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പണികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുശേഷം ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഭാര്യയുടെ തലമുറ ഇതേപോലെ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ 2 ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. മകനാണെങ്കിൽ ജയദാവ് സ്കൂളിൽ പോവില്ല, പഠിക്കില്ല. കാരണം അവനെ വലിയ താല്പര്യം ഇല്ല. അപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ മകൻ്റെ ഭാവി ജീവിതം നഷ്ടപ്പെടും. ഹല്ലേലൂയ. അല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ദിവസം നീ ഇവിടെ വാ, ഒരു വചനം കേൾക്ക്, ഒരു ഡെലിവറൻസ്. നമ്മളിപ്പോൾ 3-4 ദിവസം 5 ദിവസം പോകാൻ പറ്റാത്തവരോട് പറയുന്നൊരു കാര്യമാണ്. ഇത് 3-4 ദിവസം ചെയ്യേണ്ട ഒരു കേസാണ്. അതുകൊണ്ടാണ് നിർബന്ധപൂർവ്വം കുമ്പസാരിപ്പിക്കുന്നത്. ഇനി വേറെ കുമ്പസാരിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആദ്യം ചെയ്യുന്നത്. ഹല്ലേലൂയ. അവനിവിടെ വന്നില്ല. അവൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്തായാലും ഭാര്യ പണിയെടുക്കില്ല. ഭാര്യ എങ്ങനെ ചെയ്യും? എന്തെങ്കിലും വീട്ടിലെ കാര്യം പോലും ചെയ്യില്ല. അപ്പോൾ ഈ മനുഷ്യൻ എന്നാൽ വീട്ടിലെ കാര്യം ചെയ്യും, എല്ലാം ചെയ്യും. ഇങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യന് ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ, അപ്പോൾ പ്രാർത്ഥനയില്ല, ഒരു കാര്യമില്ല. ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഒരു പ്ലാവുമ്മ കയറി ചക്ക ഇട്ടത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി വെച്ചാൽ ആ ചക്കയോട് കൂടി താഴോട്ട് വീണു, നടുവൊടിഞ്ഞു, കഴുത്തൊടിഞ്ഞു. ആസ്പത്രിയിൽ കൊണ്ടുപോയി ഇട്ടു. ആസ്പത്രിയിൽ കുറേ ദിവസം വെൻറ്റിലേറ്ററിലിട്ടു. അത് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ല. അത് കൊടുക്കാനുള്ള പൈസ പോലും ഇടവക്കാർ അച്ഛനൊക്കെ പിരിച്ചാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഈ വീടിനെ സംരക്ഷിക്കുന്നത് ഈ ഇടവക്കാരാണ്. എന്തുണ്ടായി? അവസാനം മരണപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് മനസ്സിലാക്കുന്ന കാര്യം അനുസരിച്ചേ പറ്റൂ. അനുസരിച്ചില്ലെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം, നമ്മുടെ വരും തലമുറ ഇല്ലാതാകും. ക്രിസ്ത്യാനിയെക്കുറിച്ച് ഒരു ബോധ്യമില്ല. ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ ശക്തിയുടെ ജീവിതമാണ്. അവൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അവൻ്റെ ശരീരം അതുകൊണ്ടാണ് ഇന്ന് വചനത്തിൽ ഈശോ പറയുന്നത് എന്താ? ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. പിതാവിൻ്റെ വാഗ്ദാനം എന്താ?
പിതാവിൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. പിതാവിൻ്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. നമ്മൾ മറ്റ് മതസ്ഥരെ പോലെയോ മറ്റ് സമുദായങ്ങളെ പോലെ ജീവിക്കാനുള്ള മനുഷ്യരല്ല. ആ മനുഷ്യർ ആ സമൂഹത്തിൽ നിന്നും ആ സമുദായത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ ജീവിത മാതൃകയുടെ ഉടമകളാണ്. പഴയ കാലത്ത് ഇല്ലങ്ങളിൽ ചെല്ലും ചെലവും കൊടുത്ത് ജീവിക്കുന്ന മക്കളാരായിരുന്നു എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളാണ്. എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? വിശുദ്ധിയുണ്ടായി. ആ വിശുദ്ധിയിലാണ് അക്രൈസ്തവരെന്ത് ചെയ്തത്? അയിത്തം മാറ്റിയിരുന്നത്. അയിത്തം മാറ്റാനായിട്ട് അവർ കണ്ടുപിടിച്ച സമുദായം ആരാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളാണ്. ഇവിടെ പറയാണ്, ഈശോ പറയാണ്, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ അയക്കുന്നു. അതാണ് പരിശുദ്ധ. അവ നമ്മളിലുള്ള ആത്മാവ് ആരുടേതാണ്? ഈശോയുടെ ആത്മാവാണ്. അല്ലേ എലിയ? കഴിഞ്ഞ കൊച്ചിനെ കൊണ്ടുവന്നു. ആ കൊച്ച് കൗൺസിലിംഗ് ചെയ്തു. അത് നമ്മളിവിടെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു പേപ്പറും നോക്കാതെ നമ്മൾ കണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൊച്ച് 5 വയസ്സുള്ളപ്പോൾ വെള്ളത്തിൽ വീണുണ്ട്. ആ വെള്ളത്തിൽ വീണത് കൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ഭയം ഉള്ളിൽ കിടക്കുക. കൊച്ച് പരീക്ഷ എഴുതാൻ കയറി എന്താണെന്ന് വെച്ചാൽ എന്തുണ്ടാ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ കണ്ണ് മങ്ങിപ്പോവും. അത് ഇങ്ങനെ 9ാം ക്ലാസ് വരെ എഴുതി. അതിനുശേഷം വേറെ സ്ഥലത്ത് വിട്ടുമായിട്ട് അപ്പോൾ അവർക്ക് വേറൊരു ബന്ധുവിൻ്റെ വീട്ടിലാക്കി. അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് എന്നല്ല ഈ കൊച്ചിന് ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ ഭക്ഷണം, ഇഷ്ടംപോലെ വസ്ത്രം. ഇവരുടെ വീട്ടിലാണെങ്കിൽ 4-5 പിള്ളേരുണ്ട്. അവർ ഒരു കൊച്ചുങ്ങളില്ലാത്ത ഇവരുടെ റിലേറ്റീവ് ഇവരുടെ ചേട്ടനോ അനിയനോ അങ്ങോട്ട് കൊണ്ടുപോയി നോക്കി. അങ്ങനെ ഈ പരീക്ഷയ്ക്ക് മുമ്പ് 1 വർഷക്കാലം ഈ കൊച്ചിങ്ങനെ ഭക്ഷണം കഴിച്ച് ഈ വസ്ത്രമൊക്കെ ധരിച്ച് നടന്നു. പരീക്ഷ എഴുതി. ഇപ്പോഴത്തെ കാലത്തേക്കും തോക്കാന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? ഞാൻ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, ശരിയാണ് ഫാദർ, ശരിയാണ്. കൊച്ചിനെന്താ പഠിക്കണമെന്ന് വലിയ താല്പര്യം, ഭക്ഷണത്തോടുള്ള ആർത്തി അല്ലെ വസ്ത്രത്തോടുള്ള ആർത്തി. ഈ കാലഘട്ടത്തിൽ 2 മേഖലകളാണ് കുട്ടികളെ നശിപ്പിക്കുന്നത്. 1 ഭക്ഷണപദാർത്ഥങ്ങളോടുള്ള ആർത്തി, ലോകസുഖങ്ങളോടുള്ള ആർത്തി. 2 വസ്ത്രത്തോടുള്ള ആർത്തി. ആണോ? അല്ലേ ഇരിക്കുക. ഇതിനെക്കുറിച്ചാണ് 8ാമത്തെ കുരിശിൻ്റെ വഴിയിൽ 8ാമത്തെ സ്ഥലത്ത് പറയുന്നത്. ജെറുസലേമിലെ സ്ത്രീകൾ യേശുവിനെ ഓർത്ത് കരഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. ഒരു പ്രവചനമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജെറുസലേം ആക്രമിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞു മതി, വിലപിച്ചു മതി. അല്ലേ? അതിലിപ്രകാരം പറയാണ്, അടക്കത്തിന് യോജിക്കാത്ത ആ കാര്യക്കാരാണ്. അടക്കത്തിന് യോജിക്കാത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് ഓരോ വ്യക്തിയും പള്ളിയിൽ വരുന്നത്. പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പ്രത്യേകിച്ച് ഉടമ്പടി, ഏതാ ഉടമ്പടി? വിവാഹം എന്ന ഉടമ്പടിക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നതെല്ലാം കാണാൻ പറ്റാത്തതെല്ലാം കാണിച്ചുകൊണ്ടായിരുന്നു. അന്നേ പാപം വരാം, ആ തലമുറയിൽ പാപം വരാം. കാരണം എന്താ? മറ്റുള്ളൊരു മനുഷ്യന് അവൻ്റെ കണ്ണിന് ഉതപ്പ് വരുത്തുന്ന ഒരു കാര്യം ചെയ്താൽ നീ എന്ത് ചെയ്യണം? കഴുത്തിൽ തിരികളിൽ കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് വീഴണം. ആ കൊച്ചു കഴിക്കാൻ കഴുത്ത് വരെയുള്ള വെള്ളത്തിലാണ് വീണത്. മരിച്ചോ? അല്ലേലിയാ. അവനെ പഠിപ്പിച്ച സിസ്റ്റേഴ്സിനെല്ലാം തൂക്കും. ഒരു നല്ല പയ്യനായിരുന്നു, പക്ഷെ അവൻ പാവപ്പെട്ട വീടാണ്. അല്ലേ? അവന് ഒന്ന് തോന്നാം കുളിക്കണം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും, ശ്രദ്ധിച്ച് തീ പിടിച്ചില്ലെങ്കിലും, ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ 3 മേഖലയിലൂടെയാണ് മരണം. അതുകൊണ്ട് ഈശോ പറയുന്നത് എങ്ങനെയാണ്? നീ മറ്റുള്ളവർക്ക് ഉതപ്പിന് കാരണമാകുന്നുണ്ടെങ്കിൽ കണ്ണിനും നാവിൻ്റെയും വിശുദ്ധി നഷ്ടപ്പെട്ടാൽ നിൻ്റെ ശരീരത്തെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കണ്ണിനെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് കണ്ണിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നവർ എത്ര ആളുണ്ടെന്ന് വെച്ചാൽ ആരും തന്നെ ഉണ്ടാവില്ല. കണ്ണിനെ നിയന്ത്രിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഈശോ മിശിഹായുടെ പീഡാസഹനങ്ങൾ നമ്മൾ ധ്യാനിക്കണം. അല്ലെ? നാവിനെ നിയന്ത്രിക്കാൻ പറ്റണമെങ്കിൽ ഈശോ മിശിഹായുടെ പീഡാസഹനങ്ങൾ നമ്മൾ ധ്യാനിക്കണം. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഈ വക ഇറങ്ങിപ്പോണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
ഉപവാസം, പ്രാർത്ഥനയിൽ നോമ്പ്, പ്രാർത്ഥന. ഉപവാസം, നോമ്പ്, പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച മാംസം വർജിക്കാൻ സഭ നമ്മോട് പറയുന്നത്. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് ഇറച്ചിയുടെ പൈസ സമ്പാദിക്കാനാണോ? ആണോ? പിതാക്കന്മാർക്ക് ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്ന നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നതാണോ? അല്ല. ശരീരത്തെ നിയന്ത്രിക്കാൻ ഒരു ദിവസം സഭ മുഴുവനും ഈ പിശാചിനോട് യുദ്ധം ചെയ്യുന്ന ദിവസമാണ്. അല്ലേരിക്കാം, ഈ പിശാചിനോട് യുദ്ധം ചെയ്യുന്ന ദിവസമാണ്. നോമ്പ്, ഉപവാസം. ഉപവാസം എന്താ? ഉപവാസം നമ്മൾ ഒരു വർഷത്തിൽ 2 തവണയാണ് എടുക്കുന്നത്. എന്നാണ്? വിഭൂതിക്കും ദുഃഖവെള്ളിക്ക് എടുക്കണ്ടോ? പിന്നെ എവിടെയാണ് നമ്മൾ ഉപവാസം എടുക്കുന്നത്? എവിടെയാണ് മാംസം വർജിക്കുന്നത്? എവിടെയാണ്? ശരി, പഴയ കാലത്ത് ആകെ ഒരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ വേദപാഠം കഴിഞ്ഞ് വരുമ്പോൾ ഇറച്ചിയും കൂട്ടിയൊരു ചോറ് കിട്ടും. പിന്നെ 7 ദിവസം കാത്തിരിക്കണം. ഇന്നെന്താ? ഇന്ന് സ്ഥിരം വീട്ടിലിറച്ചിയാണ്. നോമ്പ്, ഉപവാസം, പ്രാർത്ഥനയില്ലാതെ ഈ വസ്തുക്കളൊന്നും ഇറങ്ങിപ്പോവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കൊച്ചു പറഞ്ഞു വിടുതൽ പ്രാർത്ഥിച്ച. ആ കൊച്ചിനോട് ഭക്ഷണത്തെ നീ നിയന്ത്രിക്കണം, ലോക സുഖങ്ങളോടുള്ള ഇത് നിർത്തണം. ഒപ്പം 5-ാമത്തെ വയസ്സിൽ വന്ന് ആ പേടി പറ്റിയ മേഖല ബന്ധിച്ചു ഡെലിവറൻസ് കൊടുത്തു. ആ കൊച്ചു പറഞ്ഞു ഫ്രീ ആയി പോയി. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിലോ ഏതെങ്കിലും മേഖലയിലോ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞതിൻ്റെ കാരണം ഈശോ പറയുന്നു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ആദ്യം തൊട്ട് വായിക്കാം. അവൻ അവരോട് പറഞ്ഞു, എന്താണ്? മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച്, ആരെക്കുറിച്ച്? ഈശോ. അപ്പം പഴയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആരിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്? യേശു ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ചാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത്. ഹല്ലേലൂയ. അവിടെ നമ്മൾ ഉടമ്പടികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഉടമ്പടികളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അല്ലേ? ആർക്ക്? അബ്രാഹത്തിന് ചെയ്തു, പക്ഷെ മക്കളായിട്ട് ലംഘിച്ചു. നോഹയുടെ മക്കളായിട്ട് ലംഘിച്ചു. അല്ലെങ്കിൽ മോസസ് തന്നെ ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ചില്ല. ഹല്ലേലൂയ. ആദോ എന്ത് ചെയ്തു? അവർ സുഖം തേടി. ആദോ അവയും വസ്ത്രമില്ലാഞ്ഞിട്ട് അവർ സർപ്പം കൊടുത്ത ഭക്ഷണം കഴിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നഗ്നരായിരുന്നുകൊണ്ട് അവർക്ക് മറയ്ക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ടായി. ഇന്ന് ഭക്ഷണപദാർത്ഥങ്ങളോട് ആർത്തിയായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഈ പുതിയ തലമുറയ്ക്ക് മറയ്ക്കാൻ താല്പര്യമില്ല. ഉള്ള കാര്യമല്ലേ? മറയ്ക്കാൻ താല്പര്യമില്ല. അപ്പോൾ എന്തായി? വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു. മാന്യം മര്യാദയായിട്ടല്ലാതെ വസ്ത്രം ധരിച്ച് പുറത്തു പോകുന്നതോ, മാന്യം മര്യാദയായിട്ട് വസ്ത്രം ധരിക്കാതെ പള്ളി പോകുന്നതോ ആത്മാവിൻ്റെ പ്രവർത്തനം ഡെഡായിട്ടുണ്ട്. കാരണം എന്താ? ഇവിടെ പറയാണ് ഈശോ മിശിഹായെക്കുറിച്ച് പഴയ നിയമഗ്രന്ഥത്തിൽ പഞ്ചഗ്രന്ഥിയിൽ, നിയമഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥിയാണ്. ആ 5 ഗ്രന്ഥവും ആർക്ക് മനഃപ്പാടമായിരുന്നു എന്ന് വെച്ചാൽ ജൂതന്മാർക്ക് മനഃപ്പാടമായിരുന്നു. അതുകൊണ്ട് അവന് പറഞ്ഞ രക്ഷ ജൂതന്മാരിലൂടെ മാത്രമേ ഉള്ളൂ. രക്ഷ ജൂതന്മാർ. രണ്ടാമത് പ്രവാചക ഗ്രന്ഥങ്ങൾ, മേജർ പ്രോഫറ്റ്സ്, മൈനർ പ്രോഫറ്റ്സ്. മൂന്നാമത് പറയാം സങ്കീർത്തനങ്ങളെല്ലാം പ്രാർത്ഥനകളാണ്. രണ്ടാമത് ഇപ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത് ഈശോ മിശിഹായിലൂടെയാണ് പൂർത്തിയാകുന്നത്. പഴയ നിയമഗ്രന്ഥത്തിലെ ഈ 3 കാര്യങ്ങൾ അത് ചൂണ്ടുന്നത് ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ അത് ആരെയാണ്? യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചാണ്. അതിന് ഈശോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശോ മിശിഹയാണ് രക്ഷയുടെ വാഗ്ദാനം. ഹല്ലേലൂയ. മൂന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈശോ മിശിഹായുടെ പീഡാസഹന മരണ ഉയർപ്പാണ് എന്താണെന്ന് വെച്ചാൽ രക്ഷയുടെ പ്രവൃത്തി. ഈശോ മിശിഹ കാൽവരി മലയിൽ അല്ലെങ്കിൽ 33 വർഷക്കാലം ജീവിച്ചു. അതിൽ 3 വർഷക്കാലം പരസ്യ ജീവിതം തുടങ്ങി. ആ പരസ്യ ജീവിതത്തിൽ ഈശോ ചെയ്ത കാര്യം എന്താണ്? സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള. സുവിശേഷം പ്രസംഗിക്കുക. ഹല്ലേലൂയ. രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുകളെ ബഹിഷ്കരിക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബ വർഷത്തിന് കാതലുണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം,
ഈശോ മിശിഹായുടെ രക്ഷാകര സംഭവങ്ങൾ ധ്യാനിക്കണം. അത് ആണ്ടുവട്ടത്തിൽ ഒരാഴ്ച മാത്രം ധ്യാനിച്ചാൽ പോരാ, എല്ലാ വെള്ളിയാഴ്ചകളും ധ്യാനിക്കണം. വെള്ളിയാഴ്ച മാംസം വർജിക്കാനും അന്നേ ദിവസം ഈശോ മിശിഹായുടെ കാതലായ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നവർക്കും ഈശോ നേടിയെടുത്ത ആ രക്ഷയുടെ ശക്തി ലഭിക്കും. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രക്ഷാകരമായ കർമ്മങ്ങളുടെ ഫലമെന്ന് പറയുന്നത് പാപമോചനമാണ്. ഈശോ ഒരു പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഈശോ ചെയ്തിട്ടില്ല പാപം ചെയ്ത. പക്ഷേ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല എന്ന് ദൈവം മനസ്സിലാക്കി. കാരണം എന്താ? ദൈവം തരുന്ന എല്ലാ കൽപ്പനകളും നിയമങ്ങളും നമ്മൾ ലംഘിച്ചുകൊണ്ടിരിക്കുക. അല്ലേ ലിയ? നോഹ വിശ്വസ്തനായിരുന്നു, നോഹയുടെ മക്കളായിട്ട് ലംഘിച്ചു. അല്ലേ ലിയ? അല്ലെങ്കിൽ അബ്രാഹാം വിശ്വസ്തനായിരുന്നു, ഇസഹാക്കിനെ പോലും ബലി ചെയ്യാൻ തയ്യാറായതാണ്. പക്ഷേ അവരുടെ പിൻതലമുറ ലംഘിച്ചു. അതുകൊണ്ട് ദൈവം കണ്ടൊരു കാര്യം, മനുഷ്യ മക്കളെ ഈ ലോകത്തിൻ്റെ ശക്തിയിൽ നിന്നും നേടണമെങ്കിൽ എൻ്റെ പ്രിയപുത്രൻ തന്നെ ഈ ലോകത്തിലേക്ക് പോകണം. നമ്മൾക്ക് ഒരു പാപമോചനം വേണം. പാപമോചനം വേണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഈശോ മിശിഹായുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു പറ്റും. മാനസാന്തരപ്പെട്ട് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന കൃപയാണ് പാപമോചനം. നിങ്ങൾ പാപം ചെയ്ത് ഇങ്ങനെ കൂട്ടി ജീവിക്കരുത്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് വണ്ടി ഇടിക്കുന്നത് നമുക്ക് ഒരിക്കലും അറിയില്ല. ഇടിച്ചു കഴിയുമ്പോഴാണ് ഇടി പറ്റിയെന്ന് അറിയുള്ളൂ. ഇതേപോലെ തന്നെയാണ് പാപം ചെയ്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ എപ്പോൾ പാപത്തിൻ്റെ മേൽ വീഴുമെന്ന് ആർക്കും അറിയില്ല. അല്ലേ? ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവവചന പ്രഘോഷണം എല്ലാ മനുഷ്യരോടും പ്രസംഗിക്കാൻ ദൈവം പറഞ്ഞിരിക്കുകയാണ്. കാരണം മാനസാന്തരത്തിന് അത്യന്താപേക്ഷിതമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രഘോഷണമാണ്. നമ്മുടെ ഇടവകയിൽ ഒരാഴ്ചയിൽ 7 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 12 മിനിറ്റോ എടുത്ത് വൈദികൻ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു അച്ഛൻ ഇങ്ങനെ ചേച്ചിമാരോട് ഇങ്ങനെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്നും പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ ഒരു മാറ്റം കാണുന്നില്ലെന്ന് പറഞ്ഞു. ഒരമ്മച്ചി വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്, ഞങ്ങളിൽ മാറ്റങ്ങളില്ലെങ്കിലും കൂടുതൽ പാപത്തിലേക്ക് പോകുന്നില്ല, കൂടുതൽ പാപം ഞങ്ങൾ ചെയ്യുന്നില്ല, പക്ഷേ അച്ഛൻ അങ്ങനെ മാറ്റം നോക്കരുത്, ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലാണ് ഞങ്ങൾ പാപം ചെയ്യാതിരിക്കുള്ളൂ. അതുകൊണ്ട് പ്രസംഗങ്ങളെല്ലാം നമ്മൾ നവീകരിക്കാൻ വേണ്ടി. അല്ലേ? അടുത്തതാണ് പ്രധാനം, ഈ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? ഈ സുവിശേഷ ദൗത്യം നമുക്ക് ചെയ്യാനുള്ള ദൗത്യത്തിന് എന്താണ് കാതലായിട്ട് നിൽക്കേണ്ടത്? വിശ്വാസം, വിശുദ്ധി, പരിശുദ്ധാത്മാവാം. കാരണം എന്താ? വിശുദ്ധിയുണ്ട്, പരിശുദ്ധാത്മാവില്ല, പോയോ? വിശ്വാസമുണ്ട്, പരിശുദ്ധാത്മാവില്ല, പോയോ? പക്ഷേ വിശുദ്ധിയോടുകൂടി പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കണം. എവിടെയാണ് കാണുന്നത്? നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിച്ചു. മോചിതരായി അവർ സമൂഹത്തിലെത്തി പുരോഹിതർ പ്രമാണികളോട് നിന്ന് ഏകസ്വരത്തിൽ ഉച്ചസ്വരം ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിന്റെ ഭൂമിയുടെയും സമുദ്രത്തിന്റെ അവയിലുള്ള സകലത്തിന്റെ സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇനി 29 വായിക്കും. അതിനാൽ കർത്താവേ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം. കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ഈശോ ആണ്, പിതാവിന്റെ ആത്മാവാണ്. ഞാൻ നിങ്ങളോട് ചെയ്ത വാഗ്ദാനം അല്ലേ ഈശോ, പരിശുദ്ധാത്മാവ്. എന്തിനു വേണ്ടിയാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തത്? യേശു ഈ ലോകത്തിലെ ഭൂമിയിലെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവൻ ഈ ലോകത്തിൻ്റെ അധികാരിയായിട്ട്, രാജാവായിട്ട്, നിത്യ പുരോഹിതനായിട്ട് വാഴുന്ന ദിവസമാണ് സ്വർഗാരോഹണം.
സ്വർഗണം. അതുകൊണ്ട് ഞാൻ വേറൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ ഇപ്രകാരം പറയാണ്, സ്വർഗാരോപണ തിരുനാളിൻ്റെ സമയത്ത് അപ്പസ്തോലന്മാരെ അനുഗ്രഹിച്ച ആ അനുഗ്രഹം സഭയിലെ മുഴുവനും ജനത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സഭ നമ്മോട് പറയുന്നത് സ്വർഗാരോപണം എല്ലാവരും ആഘോഷിക്കണം. കാരണം അവൻ ഈ ലോകത്തിലെ ഭരണമെല്ലാം കാര്യങ്ങളെല്ലാം ദൗത്യം ആ കിറുക്കനോട് പറയാം, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളുമായി എൻ്റെ ദൗത്യം പൂർത്തിയാക്കി. ഏതാ? ഈശോയുടെ മരണം ഉദ്ധാനം അല്ലേ ലിയാം? അതുകൊണ്ടാണ് സ്വർഗാരോപണം ഒരു വലിയ സത്യമാണ്. അതെന്താ വെച്ചാൽ നമുക്ക് വേണ്ടിയുള്ളതാണ്. ആ 12 അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകത്തിൽ വരുവാനിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയുള്ള ഒരു അനുഗ്രഹമാണ് ഈശോ കൊടുത്തത് അല്ലേ? അതുകൊണ്ട് സുവിശേഷം പ്രസംഗത്തിന് വിശുദ്ധി വേണം. വിശുദ്ധി ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് കിട്ടുള്ളൂ. വിശ്വാസം ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് കിട്ടുള്ളൂ. പ്രാർത്ഥന ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. പ്രാർത്ഥന ഇല്ലാതെ, വിശുദ്ധി ഇല്ലാതെ, വിശ്വാസം ഇല്ലാതെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. അല്ലേ ലിയാം? അല്ലേ ലിയാം? അല്ലേ ലിയാം? അല്ലേ? അതുകൊണ്ട് കാതലായ കാര്യം എന്താണെന്നാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് വചനം പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ആ വചനം പ്രസംഗിക്കുമ്പോഴാണ് യേശുവിനോട് ഇവർ പറഞ്ഞു, ഞങ്ങൾ വചനം പ്രസംഗിക്കുമെന്നുകൊണ്ടാണ് ഞങ്ങൾ പോയിട്ട് എവിടെ വചനം പറഞ്ഞാൽ അടിയാണ് കിട്ടുന്നത്, ഞങ്ങൾ പോയിട്ട് എവിടെ വചനം പറഞ്ഞാൽ തല്ല കിട്ടുന്നത്, പീഡനമായിട്ട്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ വചനം പറയുന്ന സമയത്ത് നീ കൈകൾ നീട്ടണം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുമ്പോഴെന്താവും? വിശ്വാസികൾ വർദ്ധിക്കും. നിങ്ങൾ വിശുദ്ധി പ്രാപിച്ചാൽ നിങ്ങളുടെ മക്കൾ വിശുദ്ധി പ്രാപിക്കും. ഒരു കൊച്ചിനെ എവിടെ കൊണ്ടുവന്നു, ആ കൊച്ചിനെന്താ ദുശീലെന്ന് വെച്ചാൽ എവിടെ മൊബൈൽ ഇരിക്കുന്ന എടുത്തിട്ട് പോകും അല്ലേ? ആ കൊച്ചിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ആ കൊച്ചിൻ്റെ ഇത് മാറി. അത് ഞാൻ അതിന് ശേഷം അവർ കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവരുടെ ഭർത്താവിന് ഈ രോഗമുണ്ട്, എവിടെ എന്ത് കണ്ടാലും എടുത്തിട്ട് വരും, എന്ത് കണ്ടാലും എടുത്തിട്ട് വരും അല്ലേ? വേറൊരു പെൺകൊച്ച് ഇവിടെ വന്ന് ശുശ്രൂഷയെ പങ്കെടുത്തു. അവരെന്താ കഴിഞ്ഞാൽ എവിടെ കണ്ടാലും 10 രൂപ കളക്ടെടുക്കും. 10 രൂപ. വേറെ ഞാൻ പറഞ്ഞത് ദൂർപ്പീടിയെന്ന് പറയും. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മാറി ശുശ്രൂഷയെ പങ്കെടുത്തു. അത് കഴിഞ്ഞ ശേഷം ആ കുട്ടി ഡിഗ്രിക്കും പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ഒരു വലിയ MBA ആകാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, ഇവിടെ ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലേ? ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? കാരണം നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊരു വേണ്ടെന്ന് പറയാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പഠിപ്പിച്ച സാറായിട്ട് സ്നേഹം. പഠിപ്പിച്ച സാറായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എന്തായിരിക്കും വിളിക്കാൻ പോകുന്നത്? സാറിനെ ആയിരിക്കും വിളിക്കാൻ പോകുന്നത്. പറ്റുമോ? അതുകൊണ്ട് പൂർണ്ണമായ ഒരു മാനസാന്തരമില്ലാതെ നമ്മൾ ഒരാളും രക്ഷപ്പെടില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയെക്കുറിച്ച് സഭ പറയുന്ന ഇപ്രകാരമാണ്, ക്രിസ്ത്യാനി പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിയാണ് അല്ലേ? അവനെ അങ്ങനെയൊന്നും ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. അവനെ തോൽപ്പിക്കണമെങ്കിൽ അവൻ തന്നെ തോൽപ്പിക്കണം. അവൻ തന്നെ 1, 6, 5 പ്രമാണം ലംഘിക്കണം. നിങ്ങളുടെ തലമുറയിൽ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തലമുറയുടെ പുതിയ തലമുറയിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? ഒരു കുടുംബം ഇവിടെ വന്നു, അവർ പ്രശ്നം പിടിച്ചു വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 1, 6 പ്രമാണമുണ്ട്. പക്ഷെ ആ ചേട്ടൻ ചെയ്തല്ല. ആ ചേട്ടൻ പറഞ്ഞു, ശരിയാ, മക്കളോട് പറയരുത്, എൻ്റെ സഹോദരന്മാരെല്ലാം നാട്ടിലെ തല്ലുള്ളികളായിരുന്നു, അവരെ പിടിച്ച് മരത്തിൽ കെട്ടിടുമ്പോൾ ഞാൻ പോയി സ്വതന്ത്രരാക്കിയത്. നമ്മൾ പറയണം. ആരോട് പറയണം? മക്കളോട് പറയണം, പരിഹാരം ചെയ്യണം.